ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാസ്മിൻസ് വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കും കുറച്ച് വെറൈറ്റി ചെടികളാണ്. നമ്മൾ കൂടുതലും പ്ലാന്റ്സുകൾ വെറൈറ്റിയാണ് എടുക്കാൻ ലോഡ് ശ്രമിക്കുന്നത്. അപ്പം ഇന്ന് പിന്നെ ചെറുതും വലുതുമായിട്ടുള്ളത്, അതുപോലെ തന്നെ വില കൂടിയതും വില കുറഞ്ഞതും 60 രൂപ 50 രൂപ ഒക്കെ തൊട്ടുള്ള ചെടികൾ, 150 രൂപ വരെയൊക്കെ ഉള്ള ചെടികളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ പല പ്ലാന്റിൻ്റെയും വലിപ്പവും രീതി അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് റോസിഡോ പ്ലാന്റ് ആണ്. ഇത് റോസിഡോ ബുഷി ടൈപ്പാണ്, ഹൈറ്റിൽ വരത്തില്ല, ഇതുപോലെ പൂത്തിട്ടുള്ള പ്ലാന്റ് ആണ്. നമുക്കിപ്പോൾ 2 കളറുണ്ട്, ഈ യെല്ലോയും ഉണ്ട്, ഈ പിങ്കും ഉണ്ട്. ഇത് രണ്ടും ബുഷി ടൈപ്പാണ്, ഒത്തിരി ഹൈറ്റിൽ പോകത്തില്ല. പിന്നെ നമ്മളിത് അയക്കുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല, കാരണം പൂക്കൾ പൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മഴയും കൂടാണ്. അപ്പോൾ നമുക്ക് ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 130 രൂപയാണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റി, കുറ്റിയായിട്ട് ചെടിച്ചട്ടിയിലും നിലത്തും ഒക്കെ നടാം, പക്ഷെ അധികം ഹൈറ്റ് വരത്തില്ല. ഇതാണ് പ്ലാന്റ് സൈസ്. യെല്ലോയുടെ പ്ലാന്റ് സൈസ് നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ടും 2 കളറാണ് കേട്ടോ. ഇനി അടുത്തത് ഈ ഒരു വെറൈറ്റിയുടെ മുല്ലയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ്. നമുക്കിതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ്. അടുത്ത നമുക്ക് വെരിഗേറ്റഡ് സൺഡേ മൺഡേ അല്ലെങ്കിൽ എസ്റ്റർഡേ ടുഡേ എന്ന് പറയും. ഒരു ചെടിയിൽ 3 കളറാണ് വിരിയുന്നത്, പക്ഷേ ഇതിൻ്റെ ലീഫിന് ഇതുപോലത്തെ വെരിഗേറ്റഡ് ലീഫാണ് വരുന്നത്. ഇത് ഹൈറ്റിൽ പോകുന്നതല്ല കേട്ടോ. ഇതും എല്ലാം ഹൈബ്രിഡ് വെറൈറ്റി, കുറ്റിയായിട്ട് വരുന്നതാണ്. ഇതിന് 100 രൂപയാണ് റേറ്റ്. ഇനി അടുത്തത് ഒരു വെറൈറ്റി ചെടിയാണ്. ഇതിൻ്റെ പേര് മ്യൂസിക് പ്ലാന്റ് എന്നാണ് കേട്ടോ. ഇത് ഓൾ സീസൺ ഫ്ലവർ തരുന്നതാണ്, നല്ല കൊലകൊലയായിട്ട് പൂക്കും. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇതിന് 100 രൂപയാണ്. ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്ലവർ വിരിയുന്നത്, തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാവും. ഇനി നമുക്ക് അടുത്തത് ലെമൺ വൈനാണ് കേട്ടോ. നല്ല മണമാണ്. നമുക്ക് കുറ്റിച്ചെടിയായിട്ടും ക്രീപ്പറായിട്ടും എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. ഇതിനകത്ത് ഒരു കാ ഉണ്ടാവും, ഒരു നാരങ്ങ പോലുള്ളത്. അത് നമുക്ക് വൈനൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്, ജ്യൂസ് പിഴിയാനും ഒക്കെ. അപ്പം ഇതിൻ്റെ ഫ്ലവർ ഇതുപോലെയാണ്, പൂക്കളും ഭംഗിയാണ്. ഇതിൽ ഈ കാ ആണെങ്കിൽ പഴുത്ത് വരുമ്പോൾ ഓറഞ്ച് കളറിൽ ചെടികളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പം പൂവും ഇതിൻ്റെ ഈ കായും കൂടെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു കനകാമ്പരമാണ് കേട്ടോ. ഇത് ഓറഞ്ച് കളറാണ്. നമ്മുടെ ആ ഫോട്ടോയിൽ ക്യാമറ എടുത്തപ്പോൾ ആ റെഡായിട്ട് തോന്നുവാണ്, പക്ഷേ ഇത് ഓറഞ്ചാണ് കേട്ടോ. പ്ലാന്റ് സൈസ് ഇത് തന്നെയാണ്. ഇതിന് നമുക്ക് 70 രൂപയാണ്. അടുത്ത നമുക്ക് ഫാസിഫോറ പ്ലാന്റ് ആണ്. ഈ യെല്ലോ നമുക്ക് വെറൈറ്റിയാണ്, എപ്പോഴും കിട്ടത്തില്ല. ഇതിൻ്റെ 4 കളറാണുള്ളത്, യെല്ലോ, റെഡ്, വയലറ്റ്, അതുപോലെ മെറൂൺ കളർ. ഈ വയലറ്റ് കളർ നമുക്ക് സാധാരണ കോമൺ ആയിട്ട് എല്ലാ നഴ്സറികളും വാങ്ങാൻ കിട്ടും, പക്ഷെ ബാക്കിയുള്ള കളറുകൾ കിട്ടത്തില്ല. ഈ 4 കളറുകളാണുള്ളത്. ഇതാണ് പ്ലാന്റ് സൈസ്. ഒരു പ്ലാന്റിന് 90 രൂപയാണ്. ഇത് ഫാഷൻ ഫ്രൂട്ട് പോലെ പടർന്നു പോകുന്നതാണ്. പിന്നെ നടുന്ന സമയത്ത് ഈ 4ഉം കൂടെ വാങ്ങിച്ച് ഒന്നിച്ച് നട്ടാൽ മിക്സഡ് ആയിട്ട് പൂത്ത് കിടക്കും. അതാണ് ഏറ്റവും നല്ല ഭംഗി. അടുത്തത് നമുക്കും ഓൾ സീസൺ ഫ്ലവർ തരുന്നൊരു ചെടിയാണ് വയലറ്റ് ജാസ്മിൻ. കുറ്റിയായിട്ട് നിന്ന് ഇതുപോലെ ചെറുതിലേ പൂക്കുന്നതാണ്. നമ്മുടെ പ്ലാന്റ് സൈസ് ഇതാണ്. ഇതിന് നമുക്ക് 75 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് നമുക്ക് ഒരു ചെടിയിൽ 3 കളർ വിരിയുന്ന യെല്ലോ ഗാർഡേനിയാണ്. വൈറ്റ്, യെല്ലോ, ഓറഞ്ച്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. നമുക്കൊരു പാരിജാതത്തിൻ്റെ പോലെ ഇലയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിന് 100 രൂപയാണ്. നല്ല മണവും ഉണ്ട്. കുറ്റിയായിട്ട് നമുക്ക് ചട്ടിയിൽ നട്ട് വളർത്താം. അടുത്ത നമുക്ക് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള പനാമ റോസാണ്. പനാമ റോസ് 3 വെറൈറ്റി ഉണ്ട്. ഇത് പനാമ റോസിൻ്റെ ഓറഞ്ച് കളറാണ് കേട്ടോ. ഇതിൻ്റെ ലീഫിലും ഫ്ലവറിലും വ്യത്യാസമുണ്ട്. ഇത് ഫ്ലവർ കണ്ടല്ലോ. ഇതിന് നമുക്ക് ഓറഞ്ചിന് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 85 രൂപയാണ്. ഇനി പനാമ റോസിൻ്റെ പീച്ച് കളറാണ്. ഇതാണ് ഫ്ലവർ. നമ്മുടെ ഓറഞ്ചിൻ്റെ ലീഫ് പോലെ തന്നെ ഫ്ലവറും അതുപോലത്തെ വെറൈറ്റി, പക്ഷേ കളറ് പീച്ചാന്നേ ഉള്ളൂ. ഇതുപോലത്തെ പ്ലാന്റ് ആണ്. ഇത് കുറ്റിച്ചെടിയായിട്ടും വളർത്താം.
പിന്നെ എല്ലാത്തിലും ഫ്ലവറുകളില്ല, പല പ്ലാന്റിനും പല വലിപ്പമാണുള്ളത്, എല്ലാത്തിലും പൂക്കളും മൊട്ടുകളും ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 75 രൂപയാണ്. ഓറഞ്ചിൻ്റെ റേറ്റ് അല്ല ബാക്കിയുള്ളതിന് വരുന്നത്. ഇനി നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന നമ്മുടെ പനാമ റോസ് ഉണ്ട്. അത് നല്ല ഡാർക്ക് പിങ്ക് കളറാണ്. അതിലും നിറയെ പൂക്കളുണ്ടാകും. നിങ്ങൾ ഒരുപാട് പേര് ഇത് കണ്ടും കാണും, വാങ്ങിയിട്ടുമുണ്ട്. ഇതാണ് ആ പ്ലാന്റ്. അപ്പം നമുക്ക് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നതും 75 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. പിന്നെ നമുക്ക് ഈ ഓറഞ്ചിന് മാത്രമേ ഉള്ളൂ റേറ്റ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പം വേണ്ടവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് നമുക്ക് ഒരുപാട് പേര് ചോദിച്ചു വന്നിട്ടുള്ള നൈറ്റ് ക്യൂൻ പ്ലാന്റ് ആണ് കേട്ടോ. നൈറ്റ് ക്യൂൻ്റെ യെല്ലോയും ഉണ്ട്, നമുക്ക് ഇതുപോലെ വൈറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 കളറാണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത്. ഇത് നിറയെ പൂക്കും, കൊലകൊലയായിട്ട് ഇങ്ങനെ പൂക്കും. അതുപോലെ നല്ല മണവുമാണ്, കാണാൻ നല്ല ഭംഗിയുമാണ്. അപ്പം വൈറ്റും വെള്ളയും ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് വാങ്ങാം. നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് ഒരു പ്ലാന്റിന് 125 രൂപയാണ്. അപ്പോൾ യെല്ലോയും ഉണ്ട് വൈറ്റും ഉണ്ട്. പിന്നെ നമുക്ക് പ്ലാന്റുകൾ ക്യാമറയിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ ഒത്തിരി എടുത്ത് കാണിക്കും കേട്ടോ, അത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒത്തിരി പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് പ്ലാന്റ് ഒത്തിരി വലിപ്പത്തിൽ കാണുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ പൂത്ത് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനി നമുക്ക് അടുത്തത് ചെയിൻ ഓഫ് ഗ്ലോറി, അല്ലെങ്കിൽ നമ്മുടെ വെള്ളക്കൊന്നയെന്ന് പറയും. വെള്ളക്കൊന്നയുടെ തൈകളും നമുക്കിപ്പോൾ സെയിലുണ്ട്, നിറയെ പൂക്കുന്നതാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. നമുക്ക് വൈറ്റിനകത്ത് നല്ല മെറൂൺ കളർ ഫ്ലവറാണ് വിരിയുന്നത്. അടുത്ത നമുക്ക് മെലസ്റ്റോമയുടെ 2 കളറാണുള്ളത്. ഈ ഡാർക്ക് വയലറ്റും ഇതുപോലെ ഈ പിങ്കിനകത്ത് ഒരു ലൈറ്റ് കളർ വരുന്നതും. അപ്പോൾ പ്ലാന്റ് സൈസ് ഇതാണ്. ഈ ഒരു പ്ലാന്റിന് 65 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇത് ഒത്തിരി ഹൈറ്റിൽ വരുന്നതല്ല, ഇത് ചെറിയ ടൈപ്പാണ്. അതേസമയം മെലസ്റ്റോമ വയലറ്റ്, ഡാർക്ക് വയലറ്റിൻ്റെ പ്ലാന്റ് സൈസ് 65 രൂപയാണ്. ഇനിയിപ്പോൾ നമുക്ക് മണിമുല്ലയാണുള്ളത്. നിറയെ പൂക്കൾ തരുന്ന അടിപൊളി മണമുള്ളൊരു ചെടിയാണ് നമ്മുടെ മണിമുല്ല. ഒരുപാട് ഞാൻ സെയിൽ ചെയ്തിട്ടുള്ളതാണ്. പ്ലാന്റ് സൈസ് ഇതാണ്, 90 രൂപയാണ്. ഇത് പടർന്നു പോകുന്ന ചെടിയാണ്. പടർന്നു പോകാൻ നല്ല സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല ബഞ്ചായിട്ട് പൂക്കുന്നതാണ്. ഇനി നമുക്ക് ക്രീപ്പർ റോസ്, അതായത് വള്ളി റോസിൻ്റെ 2 വെറൈറ്റിയാണുള്ളത്. ചെറിയ പൂക്കൾ വരുന്ന ഈ റെഡും പിങ്കും ഉണ്ട് നമുക്ക്. അതുപോലെ വലിയ പൂക്കൾ വരുന്നതിൻ്റെ വൈറ്റും ഒരു റെഡ് കളർ പോലെ വരുന്ന ആ കളറും ഉണ്ട്. അപ്പോൾ 2ൻ്റെയും റേറ്റ് ഞാൻ പറയാം. പ്ലാന്റ് സൈസ് ഇതാണ്. അപ്പോൾ നമുക്ക് വലിയ പൂക്കൾ വരുന്ന, ഇതുപോലെ വലിയ പൂക്കൾ വരുന്ന പ്ലാന്റിന് ഒരു പ്ലാന്റിന് നമുക്ക് 90 രൂപയാണ് വരുന്നത്. ഈ വലിയ പ്ലാന്റിൻ്റെ 2 കളർ മാത്രമേ ഉള്ളൂ, വൈറ്റും റെഡും. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇനി ചെറിയ ഫ്ലവറിൻ്റെ നമ്മൾ കാണിച്ച ഈ ചെറിയ ഫ്ലവറിൻ്റെ ഇതും ക്രീപ്പർ റോസാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ 2 കളർ, ഈ റെഡും ഈ പിങ്കും ആണുള്ളത്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിന് 75 രൂപയാണ് നമുക്ക് വരുന്നത്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് കേട്ടോ. ഇനി ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് പട്ട് റോസ്, നാടൻ പട്ട് റോസ്. അപ്പം അതിൻ്റെ തൈകൾ ഇത് കിളിച്ചെടുക്കാൻ വലിയ പാടാണ്, നമുക്ക് കുറച്ചിലൂടെ വരത്തുള്ളൂ. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇതിന് നമുക്ക് 90 രൂപയാണ്. ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. അടുത്ത നമുക്ക് വെള്ളാരീസ് ഗ്ലാബ്ര എന്ന് പറയും കേട്ടോ. ബട്ടർ കപ്പ് എന്നും ഈ ചെടിയെ പറയും. ഭയങ്കര മണമാണ്. ഇതിൻ്റെ ഫ്ലവർ കണ്ടോ, ഒരു പ്രത്യേക രീതിയാണ്. നമുക്കിത് കുറ്റിച്ചെടിയായിട്ടും അല്ലാതെ ഒരു സെമി ക്രീപ്പറായിട്ടും വളർത്താൻ പറ്റുന്ന ചെടിയാണ്. മൊട്ടുകളും പൂക്കളും നല്ല അട്രാക്റ്റീവാണ്, അതുപോലെ നല്ല മണവുമാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇതിന് നമുക്ക് 150 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് ഒരുപാട് പേര് ചോദിച്ചു വരുന്നൊരു ചെടിയാണ് വയലറ്റ് ചെമ്പരത്തി. ഇതാണ് നമ്മുടെ വയലറ്റ് ചെമ്പരത്തിയുടെ ഫ്ലവർ. ഒരുപാട് പേര് ഇത് ഉണക്ക് തീർന്നു കഴിഞ്ഞപ്പം വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയ പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇത് എപ്പോഴും കിട്ടുന്നതല്ല. ഇതിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അതുപോലെ വെണ്ട ചെമ്പരത്തി യെല്ലോ കളറിൽ, ഇതാണ് പ്ലാന്റ് സൈസ്. കണ്ടോ, ഈ വെണ്ട ചെമ്പരത്തി യെല്ലോയുടെ റേറ്റ് എന്ന് പറയുന്നത് 65 രൂപയാണ്. ഇത് വേറൊരു വെറൈറ്റി ചെമ്പരത്തിയാണ്. ഇതിൻ്റെ ലീഫൊക്കെ കണ്ടോ, ലീഫിനും ഫ്ലവറിനും ഒക്കെ പ്രത്യേകതയുണ്ട്. ഒരു നീണ്ട ലീഫാണ്. കണ്ടാൽ ഇത് ചെമ്പരത്തിയാണെന്ന് പറയില്ല കേട്ടോ. ഒരു വൈറ്റ് അല്ല, ലൈറ്റ് ഒരു എന്താ പറയുന്ന ഓഫ് വൈറ്റ് പോലെ വരുന്ന ഒരു കളറാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 80 രൂപയാണ്. അടുത്ത നമുക്ക് ബ്ലാക്ക്ബെറി ആണ്. കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്, ചെറി പോലത്തത്. ബ്ലാക്ക്ബെറിയുടെ പ്ലാന്റ് സൈസ് നമുക്ക് ഇതാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 120 രൂപയാണ്. നമുക്ക് നന്നായിട്ട്
ഓർഡർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ബ്ലാക്ക്ബെറി. അടുത്ത നമുക്ക് സുറിനാം ചെറിയാണ്. ഇതുപോലെ പച്ചയിലാണ് ആദ്യം കാ വരുന്നത്, പിന്നെ യെല്ലോ നല്ല പഴുത്ത് കഴിയുമ്പോൾ റെഡിൽ വരും. ഇതിൻ്റെ പ്ലാന്റ് സൈസിന് നമുക്ക് വരുന്നത് 90 രൂപയാണ്. അടുത്ത നമുക്ക് സിഡാർ ചെറിയാണ്. ഇതാണ് സിഡാർ ചെറി. ഇതിന് നമുക്ക് സിഡാർ ചെറിയുടെ റേറ്റ് 100 രൂപയാണ്. അപ്പം ചെറിയ ഐറ്റംസ് ആണ് എന്ന് നമ്മൾ കാണിച്ചത്. ഇതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിൽ വന്നാൽ മതി. ഇനി ചെടി ഓർഡർ ചെയ്യുന്നവരെ ശ്രദ്ധയ്ക്ക്, ഇത് നമ്മൾ ഓർഡർ എടുക്കുവാണ്. ഈ ആഴ്ച ഇട്ട ചെടികളാണ്. അടുത്ത ആഴ്ചയെ നമ്മളിത് അയക്കത്തുള്ളൂ. തിങ്കൾ തൊട്ട് വ്യാഴാഴ്ച വരെ 4 ദിവസം മാത്രമേ നമുക്ക് കൊറിയറിൽ ചെടി എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ആഴ്ച നമ്മളിട്ട വീഡിയോ ഓർഡർ എടുത്തതിന് ശേഷം നെക്സ്റ്റ് മൺഡേ തൊട്ടേ നമ്മൾ ചെടികൾ അയച്ചു തുടങ്ങത്തുള്ളൂ. അതും കൂടാണ് നമ്മൾ പറയുന്നത്. അയച്ചതിന് ശേഷം അവരവരുടെ ട്രാക്കിംഗ് നമ്പർ നിങ്ങളുടെ വാട്സപ്പിൽ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം.